ബഹുമാനപ്പെട്ട ഹുദൈഫത്തുൽ യമാനി റളിയല്ലാഹു അൻഹു നിവേദനം ചെയ്യുന്ന ഹദീസാണ്. നാളെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു വിഭാഗം ആളുകളുടെ കൈകാലുകളെ ചങ്ങല കൊണ്ട് ബന്ധിക്കുമത്രേ. നരകത്തിലേക്ക് അവരെ വലിച്ചെറിയാൻ വേണ്ടി സബാനിയാക്കളാകുന്ന ശിക്ഷയുടെ മലക്കുകൾ അവരുടെ കൈകാലുകളെ ചങ്ങല കൊണ്ട് ബന്ധിക്കുകയാണ്. അവരെ നരകത്തിന്റെ സൈഡിൽ കൊണ്ടുവന്ന് തള്ളിയിടാൻ വേണ്ടി നിർത്തുമ്പോ ഫയഖറഉ സബിയ്യും മിൻ സിബിയാനിഹിം ഫിൽ കുത്താബ്, അവരുടെ മക്കൾ, അവരുടെ തലമുറയിൽ പെട്ടതാകുന്ന കുട്ടികൾ, ആണാവട്ടെ പെണ്ണാവട്ടെ, ആ ചെറിയതാകുന്ന മക്കൾ മദ്രസയിൽ ഇരുന്നുകൊണ്ട് പാരായണം ചെയ്യുകയാണ്. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. ശ്രേഷ്ഠമാക്കപ്പെട്ടതാകുന്ന ഖുർആനിലെ ആദ്യ സൂറത്തുൽ ഫാത്തിഹ പാരായണം ചെയ്യുമ്പോ ഫയസ്മഉഹുല്ലാഹു തആല, ആ കുട്ടികളുടെ പാരായണം ഇതാ അല്ലാഹു കേൾക്കുകയാണ്. ഫയർഫഉ അൻഹുമുൽ അദാബ 40 സനതാ, 40 വർഷത്തേക്ക്, 40 സംവത്സരങ്ങളിലേക്ക് നരകത്തിന്റെ ശിക്ഷയേകപ്പെട്ടതായ ആളുകളുടെ ശിക്ഷയെ അല്ലാഹു മാറ്റിക്കളയുമേ അവരുടെ കുട്ടികളുടെ ഫാത്തിഹ സൂറത്തിന്റെ പാരായണം കൊണ്ടെന്ന് നബിയുനാ റസൂലുള്ളാഹി. ഇമാം ബൈളാവി റളിയല്ലാഹു അൻഹു അൻവാറു തൻസീൽ വ അസ്റാറു തഅ്ബീർ എന്ന തഫ്സീർ ബൈളാവിയുടെ മുഖദ്ദിമയിൽ ഫാത്തിഹ സൂറത്തിന്റെ ശ്രേഷ്ഠത വിവരിക്കുന്നിടത്ത് ഈ മനോഹരമായ ഹദീസ് നിങ്ങൾക്ക് കാണാം. മദ്രസയിൽ ഇരുന്നുകൊണ്ട് കുട്ടികൾ പാരായണം ചെയ്യുന്ന ഫാത്തിഹ സൂറത്തിന്റെ മഹത്വം കാരണമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നരകം നിർബന്ധമായ ആളുകളാണ്, കൈകാലുകളെ ചങ്ങല കൊണ്ട് ബന്ധിച്ചതായ ആളുകളാണ്, നരകം നിർബന്ധമായ ആളുകളാണ്, അവരെ അല്ലാഹു സുബ്ഹാനഹു വ തആല നരകത്തിൽ നിന്ന് മോചിപ്പിക്കുമത്രേ. 40 സനതാ, കേവലം ഫാത്തിഹയുടെ ബറക്കത്ത് കൊണ്ട് 40 കൊല്ലത്തേക്ക് ശിക്ഷ മാറ്റി വെക്കുമെന്ന് നബിയുനാ റസൂലുള്ളാഹി.